പുതുക്കാട് ലോട്ടറി വിൽപ്പന നടത്തുന്ന അംഗപരിമിതയായ യുവതിക്ക് നേരെ ആക്രമണം. ചുറ്റിക കൊണ്ട് തലക്കടിയേറ്റ യുവതി പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ചാലക്കുടി മേലൂർ നമ്പ്യാർ വീട്ടിൽ 32 വയസ്സുള്ള അമ്പിളിക്കാണ് പരിക്കേറ്റത്. കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ 31A ബാച്ചിലെ 141 സബ് ഇൻസ്പെക്ടർ പരിശീലനാർത്ഥികളുടെ പാസിംഗ് ഔട്ട് പരേഡിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിവാദ്യം സ്വീകരിച്ചു. മൃദുഭാവി ദൃഢകൃതി എന്ന പോലീസിന്റെ ആപ്തവാക്യം എപ്പോഴും ഓർമ്മിക്കണമെന്ന് മുഖ്യമന്ത്രി. മതിലകത്ത് ദേശീയപാതയിൽ ക്രെയിനിടിച്ച് കാൽനടയാത്രക്കാരിയായ യുവതിക്ക് ഗുരുതര പരിക്ക്. വാടാനപ്പിള്ളി ഇടശ്ശേരി സ്വദേശി മതിലകത്ത് വീട്ടിൽ സൂഫിയയ്ക്കാണ് പരിക്കേറ്റത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. പുതുക്കാട് ഉഴിഞ്ഞാൽപ്പാടം പാലത്തിന് സമീപം വഴിയരികിൽ ലോട്ടറി വിൽപ്പന നടത്തുന്ന അംഗപരിമിതിയായ യുവതിക്ക് നേരെ ആക്രമണം. ചുറ്റിക കൊണ്ട് തലക്കടിയേറ്റ യുവതി പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ചാലക്കുടി മേലൂർ നമ്പ്യാർ വീട്ടിലെ 32 വയസ്സുള്ള അമ്പിളിക്കാണ് പരിക്കേറ്റത്. ശനിയാഴ്ച ഉച്ചയോടെയാണ് സംഭവം. പുതുക്കാട് ലോഡ്ജ് നടത്തുന്ന സ്ത്രീയാണ് ഇവരെ ആക്രമിച്ചത്. മുച്ചക്ര വാഹനത്തിൽ ലോട്ടറി വിൽപ്പന നടത്തുന്ന അമ്പിളിയുടെ അരികിലെത്തിയ സ്ത്രീ ആക്രമിക്കുകയായിരുന്നുവെന്ന് പറയുന്നു. ഞാൻ കച്ചവടത്തിന് ഇരിക്കുകയായിരുന്നു, ലോട്ടറി കച്ചവടത്തിനേ. അപ്പോൾ കച്ചവടത്തിന് ഇരിക്കുമ്പോൾ അലിസമിത്ത പെണ്ണുമ്പിള്ള അതിലിങ്ങനെ നടന്നു വരുന്നുണ്ടായിരുന്നു. ഒരു കവർ എടുത്തിട്ട് നടന്നു വരുന്നുണ്ടായിരുന്നു. നടന്നു വരുമ്പോൾ എന്നോട് പറഞ്ഞു, എന്നോട് മിണ്ടാറൊന്നുമില്ല. ഞാൻ ആളോട് മിണ്ടാറില്ല, ആളോട് സംസാരിക്കാറൊന്നുമില്ല, മിണ്ടാറും കൂടി ഇല്ല ആളോട്. അപ്പോൾ ആൾ വന്നിട്ട് എന്നോട് ചോദിച്ചു, എനിക്ക് ഒരു സമ്മാനം കൊണ്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ചിരിച്ചിട്ടാണ് വന്ന ആൾ. അപ്പോൾ ഞാൻ എന്തിട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെ കുറേ ചളി എടുത്ത് മൂത്ത് തേച്ചു. എൻ്റെ ചളി എടുത്ത് തേച്ച് കഴിഞ്ഞിട്ട് കുറേ അടി അടിച്ചു. ചെകിടുത്ത് അടിച്ചു കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ ആളുടെ കയ്യിൽ ചിറ്റിക ഇരിക്കുന്നുണ്ടായിരുന്നു, സാധാ അണി അടിക്കുന്ന ചിറ്റിക. ആ ചിറ്റി കൊണ്ട് ഒറ്റ അടി അടിച്ച വഴിക്ക് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ അപ്പുറത്ത് ഫ്രൂട്ട്സ് കടയും ലോട്ടറി കടയൊക്കെ ആൾ തല്ലി തവിട് പൊടിയാക്കിയിട്ട് ബജ്ജിക്കടയുണ്ട്. അതുമ്പോൾ കുറേ തല്ലിയപ്പോൾ അത് ഒന്നും പറ്റില്ല. പക്ഷെ എൻ്റെ വണ്ടി 3 വീലറാണ്, അത് തല്ലി ഒരു വിധം നശിപ്പിച്ചിട്ടു. അത് കഴിഞ്ഞിട്ട് ബക്കറ്റുണ്ട്, കുറേ വീക്ക് തന്നെ ബക്കറ്റൊക്കെ തവിട് പൊടി കിടക്കുന്നുണ്ട്. എന്തിനാണെന്ന് ഒരു പിടുത്തമൊക്കെ ഉണ്ട്. കാരണം ഞാൻ ആളോടും മിണ്ടാറില്ല, ആൾ എന്നോടും മിണ്ടാറില്ല. എന്നിട്ട് പറഞ്ഞു, ഈ പുറമ്പോക്കിൽ വന്നിട്ടാണോ നീ ഇവിടെ ഇരിക്കണതെന്ന് ചോദിച്ചിട്ട് ആണ് തല്ലി തന്നെ. അപ്പോഴേക്കും പിന്നെ ആൾക്കാരൊക്കെ കൂടി. പിന്നെയാണ് അറിഞ്ഞത്, സാറുമാരൊക്കെ വന്നപ്പോൾ അറിഞ്ഞ അവൾക്ക് മെൻ്റലാണെന്നുള്ളത്. അപ്പോൾ അവർ സാറുമാർ പറഞ്ഞു, മോളെന്തായാലും പോയി അഡ്മിറ്റായി കഴിഞ്ഞിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാം. മുഖത്ത് ചെളി വാരി തേച്ച ശേഷം അടിക്കുകയും കയ്യിൽ കരുതിയ ചുറ്റിക കൊണ്ട് തലയ്ക്കടിക്കുകയുമായിരുന്നു. അമ്പിളിയുടെ മുച്ചക്ര വാഹനവും സമീപത്തുള്ള ഫ്രൂട്ട്സ് കച്ചവടക്കടയും സ്ത്രീ അടിച്ചു തകർത്തു. ആക്രമണം കണ്ട നാട്ടുകാർ ഓടിയെത്തിയാണ് അമ്പിളിയെ രക്ഷപ്പെടുത്തിയത്. പുതുക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ആക്രമിച്ച സ്ത്രീക്ക് മാനസികാസ്വാസ്ഥ്യമുള്ളതായി പോലീസ് പറഞ്ഞു. കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ 31A ബാച്ചിലെ 141 സബ് ഇൻസ്പെക്ടർ പരിശീലനാർത്ഥികളുടെ പാസിംഗ് ഔട്ട് പരേഡിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള പോലീസ് അക്കാദമി മുഖ്യ പരേഡ് ഗ്രൗണ്ടിൽ കേഡറ്റുകളുടെ അഭിവാദ്യം സ്വീകരിച്ചു. മൃദുഭാവി ദൃഢകൃതി എന്ന പോലീസിന്റെ ആപ്തവാക്യം എപ്പോഴും ഓർമ്മിക്കണം. ജനങ്ങളാണ് യജമാനന്മാർ. ആ മനോഭാവത്തോടെ ജനങ്ങളെ സേവിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ്, IPG ആൻഡ് ഡയറക്ടർ കേരള പോലീസ് അക്കാദമി A. അക്ബർ എന്നിവരും സേനാംഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിച്ചു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും പരിശീലനാർത്ഥികളുടെ ബന്ധുമിത്രാദികളും ചടങ്ങ് വീക്ഷിക്കാനെത്തി. പരിശീലനത്തിൽ ഉടനീളം മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്ക് ചടങ്ങിൽ മുഖ്യമന്ത്രി ട്രോഫികൾ സമ്മാനിച്ചു. 2023 നവംബർ 14-നാണ് 31A ബാച്ച് പോലീസ് സബ് ഇൻസ്പെക്ടർമാരുടെ പരിശീലനം കേരള പോലീസ് അക്കാദമിയിൽ ആരംഭിച്ചത്. ഒരു വർഷക്കാലത്തെ അടിസ്ഥാന പരിശീലനത്തിന്റെ ഭാഗമായി ഇവർക്ക് ഔട്ട്ഡോർ വിഭാഗത്തിൽ പരേഡ്, ശാരീരിക ക്ഷമത പരിശീലനം എന്നിവയ്ക്ക് പുറമെ ഷീൽഡ് ആൻഡ് ലാത്തി ഡ്രിൽ, 1 മിനിറ്റ് ഡ്രിൽ, സെറിമോണിയൽ ഡ്രിൽ, സ്വാഡ് ഡ്രിൽ, കെയിൽ ഡ്രിൽ, മോബ് ഓപ്പറേഷൻ, ഒബ്സ്റ്റക്കിൾ കോഴ്സ്, ഫീൽഡ് ക്രാഫ്റ്റ് ആൻഡ് മാപ്പ് റീഡിംഗ്, ബോംബ് ഡിറ്റക്ഷൻ ആൻഡ് ഡിസ്പോസൽ, കരാട്ടെ, യോഗ, നീന്തൽ, ഡ്രൈവിംഗ് എന്നിവയിലും വിദഗ്ധ പരിശീലനം നൽകി. കൂടാതെ SOGയുടെ കീഴിൽ കമാൻഡോ ട്രെയിനിംഗ്, ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രെയിനിംഗ്, കോസ്റ്റൽ സെക്യൂരിറ്റി ട്രെയിനിംഗ് എന്നിവയിലും അത്യാധുനിക ആയുധങ്ങളായ AK-47, താർ, ഇൻസാസ്, SLR, LMG ഗ്ലോക്ക് പിസ്റ്റൾ, 9mm പിസ്റ്റൾ, കാർബൈൻ എന്നിവയിൽ ഫയറിംഗ് പരിശീലനവും നൽകി. ഇൻഡോർ വിഭാഗത്തിൽ ഇന്ത്യൻ ഭരണഘടന, ഭാരതീയ ന്യായ സംഹിത,
ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം, ഇന്ത്യൻ ശിക്ഷാ നിയമം, ക്രിമിനൽ നടപടിക്രമം, തെളിവ് നിയമം, മറ്റ് നിയമങ്ങൾ, പോലീസ് സ്റ്റേഷൻ മാനേജ്മെന്റ്, ട്രാഫിക് മാനേജ്മെന്റ്, കേസ് അന്വേഷണം, VIP ബന്ദോബസ്ത്, ഇന്റേണൽ സെക്യൂരിറ്റി, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഫോറൻസിക് സയൻസ്, ഫോറൻസിക് മെഡിസിൻ, കമ്പ്യൂട്ടർ, സൈബർ കുറ്റകൃത്യങ്ങൾ, ക്രിമിനോളജി, പീനോളജി, വിക്ടിമോളജി, സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ, ജെൻഡർ ന്യൂട്രൽസ് തുടങ്ങിയവരോടുള്ള പെരുമാറ്റം, പരിസ്ഥിതിക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ തടയൽ, ഫസ്റ്റ് എയ്ഡ് തുടങ്ങിയ വിഷയങ്ങളിൽ ക്ലാസ് റൂം പരിശീലനവും നൽകിയിട്ടുണ്ട്. കേരളം സമീപകാലത്ത് നേരിട്ട പ്രളയക്കെടുതികൾ പോലുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഡിസാസ്റ്റർ മാനേജ്മെന്റ് വിഷയത്തിൽ നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സിലെ വിദഗ്ധർ പരിശീലനം നൽകി. സർക്കാർ വിഭാവനം ചെയ്യുന്ന തരത്തിലുള്ള നവകേരള സൃഷ്ടിക്കായി പോലീസിന്റെ തൊഴിൽ വൈദഗ്ധ്യം വർദ്ധിപ്പിക്കുന്നതിനും പൊതുജനങ്ങളോടുള്ള പെരുമാറ്റം മെച്ചപ്പെടുത്തുന്നതിനും പോലീസിന്റെ ആപ്തവാക്യമായ മൃദുഭാവേ ദൃഢകൃത്യേ അന്വർത്ഥമാക്കുന്നതിനും ഉതകുന്ന രീതിയിലുള്ള പരിശീലനമാണ് പരിശീലന കാലയളവിൽ നൽകിയത്. കോസ്റ്റൽ സെക്യൂരിറ്റി പ്രായോഗിക പരിശീലനം കൊച്ചി നേവൽ ബേസിലും ഫോർട്ട് കൊച്ചി തീരദേശ പോലീസ് സ്റ്റേഷനിലും, ഫോറൻസിക് മെഡിസിൻ പ്രായോഗിക പരിശീലനം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ലഭ്യമാക്കിയിട്ടുണ്ട്. പരിശീലന കാലയളവിൽ തന്നെ പ്രായോഗിക പരിശീലനം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി തൃശൂർ ജില്ലയിലും തൃശൂർ പൂരത്തിനോടനുബന്ധിച്ചുള്ള ക്രമസമാധാന പാലന ഡ്യൂട്ടിക്കും ഇവരെ നിയോഗിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കുന്നംകുളത്തെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ VVIP ഡ്യൂട്ടിക്കും നിയോഗിച്ചിരുന്നു. തൃശൂർ ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പ്രായോഗിക പരിശീലനവും നൽകിയിട്ടുണ്ട്. 141 പരിശീലനാർത്ഥികളിൽ 56 പേർ വിവാഹിതരാണ്. തിരുവനന്തപുരം 27, കൊല്ലം 20, പത്തനംതിട്ട 5, ആലപ്പുഴ 8, കോട്ടയം 8, ഇടുക്കി 2, എറണാകുളം 14, തൃശൂർ 10, പാലക്കാട് 12, മലപ്പുറം 6, കോഴിക്കോട് 8, വയനാട് 4, കണ്ണൂർ 10, കാസർഗോഡ് 7 എന്നിങ്ങനെയാണ് പരിശീലനാർത്ഥികളുടെ ജില്ലാ തിരിച്ചുള്ള കണക്ക്. പരിശീലനം പൂർത്തിയാക്കിയവർക്ക് PhD 1, BTech 41, MTech 6, MBA 8, ബിരുദാനന്തര ബിരുദം 24, ബിരുദം 60 എന്നിങ്ങനെയാണ്. മീഡിയ ടൈം, തൃശൂർ. പാലപ്പിള്ളി കുണ്ടായിൽ കാട്ടാനകൾ പെരുകുന്നു. മേഖലയിൽ തമ്പടിച്ചിരിക്കുന്നത് കുട്ടികൾ ഉൾപ്പെടെ 20ഓളം കാട്ടാനകൾ. പകൽ സമയത്ത് റബ്ബർ തോട്ടങ്ങളിലും പുഴയിലും, വൈകിട്ടായാൽ റോഡിലും ഇറങ്ങുന്ന കാട്ടാനക്കൂട്ടം കുണ്ടായി ചൊക്കന പ്രദേശത്തുള്ളവരുടെ ഉറക്കം കെടുത്തുകയാണ്. 10 ദിവസത്തിലേറെയായി ഈ പ്രദേശത്ത് തമ്പടിച്ചിരിക്കുന്നത് കുട്ടികൾ ഉൾപ്പെടെ 20ഓളം ആനകളാണ്. അടിക്കാടുകൾ വളർന്നു നിൽക്കുന്ന തോട്ടങ്ങളിൽ ആവശ്യത്തിലേറെ തീറ്റയുള്ളതാണ് ആനകളെ ആകർഷിക്കുന്നത്. തോട്ടങ്ങളിലും കുണ്ടായി പുഴയിലും കൂട്ടത്തോടെയാണ് ആനകളെത്തുന്നത്. ആനകൾ നിന്നാൽ കാണാൻ കഴിയാത്ത വിധം തോട്ടങ്ങളിൽ കാട് മൂടിയതുമൂലം ഭീതിയോടെയാണ് തൊഴിലാളികൾ പണിക്കിറങ്ങുന്നത്. ഇതേ അവസ്ഥയിലുള്ള പുനർനടിയിൽ നടക്കാത്ത തോട്ടങ്ങളും ആനകളുടെ വിഹാരകേന്ദ്രമായി മാറുകയാണ്. വൈകിട്ടോടെ റോഡിലിറങ്ങുന്ന ആനകളെ ഭയന്നാണ് വാഹനയാത്രക്കാർ കടന്നുപോകുന്നത്. കാട്ടാനശല്യം രൂക്ഷമായിട്ടും തോട്ടങ്ങളിലെ കാട് വെട്ടിത്തെളിക്കാൻ മാനേജ്മെന്റും ആനകളെ കാടുകയറ്റാൻ വനപാലകരും കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. തോട്ടം തൊഴിലാളികളും ആദിവാസികളും ഉൾപ്പെടെ നിരവധി കുടുംബങ്ങളാണ് പ്രദേശത്ത് താമസിക്കുന്നത്. പുലർച്ചെ തോട്ടങ്ങളിൽ ടാപ്പിങ്ങിന് പോകുന്ന തൊഴിലാളികളാണ് ഏറെ ദുരിതം അനുഭവിക്കുന്നത്. ഏതു സമയത്തും ആക്രമിക്കാൻ എത്തുന്ന ആനകൾക്കിടയിൽ നിന്ന് പണിയെടുക്കേണ്ട ഗതികേടിലാണ് തൊഴിലാളികൾ. കാടിറങ്ങുന്ന ആനകളെ ഒരു പരിധിവരെ തടയാൻ വനാതിർത്തികളിൽ കിടങ്ങ് തീർക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം പരിഗണിക്കാൻ പോലും ഇതുവരെ അധികൃതർ തയ്യാറായിട്ടില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. മീഡിയ ടൈം, തൃശൂർ. മതിലകത്ത് ദേശീയപാതയിൽ ക്രെയിനിടിച്ച് കാൽനടയാത്രക്കാരിയായ യുവതിക്ക് ഗുരുതര പരിക്ക്. വാടാനപ്പിള്ളി ഇടശ്ശേരി സ്വദേശി മതിലകത്ത് വീട്ടിൽ സൂഫിയയ്ക്കാണ് പരിക്കേറ്റത്. ഇവരെ കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശനിയാഴ്ച രാവിലെ 9:30 മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് സമീപമായിരുന്നു അപകടം. റോഡരികിലൂടെ നടന്നു പോവുകയായിരുന്ന സോഫിയയെ പുറകിലൂടെ വന്ന ക്രെയിൻ തട്ടി വീഴുകയായിരുന്നു. സൂഫിയയുടെ കാലിലൂടെ ക്രെയിനിന്റെ ചക്രം കയറിയിറങ്ങി. ദേശീയപാത 66 നിർമ്മാണ പ്രവൃത്തികൾക്കായി പോയിരുന്ന ക്രെയിനാണ് അപകടമുണ്ടാക്കിയത്. റോഡരികിൽ കാനയുള്ളതിനാലും പുല്ല് കയറി കാട് പിടിച്ചു കിടക്കുന്നതിനാലും ഈ ഭാഗത്ത് കാൽനടയാത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്. ദേശീയപാത നിർമ്മാണത്തിനായി എത്തിയിട്ടുള്ള JCB, ക്രെയിൻ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ അമിത വേഗതയിലാണ് പോകുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. സ്ഥിരമായി ഇത്തരം വാഹനങ്ങൾ അപകടമുണ്ടാക്കുന്നതും പതിവായിരിക്കുകയാണ്. അപകടമുണ്ടാക്കിയ ക്രെയിൻ ഓടിച്ചിരുന്ന ബീഹാർ സ്വദേശി മുന്നകുമാറിനെ മതിലകം പോലീസ് കസ്റ്റഡിയിലെടുത്തു. മതിലകത്ത് സഹോദരിയുടെ വീട്ടിലെത്തിയതായിരുന്നു സൂഫിയ. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ.
മതിലകം CK വളവിൽ മെഴുകുതിരിയിൽ നിന്ന് തീ പടർന്ന് വീടിന് തീപിടിച്ചു. വീടിനകത്തുണ്ടായിരുന്ന വീട്ടമ്മ പുറത്തേക്കോടി രക്ഷപ്പെട്ടു. വെള്ളിയാഴ്ച രാത്രി 10:30-യോടെയാണ് സംഭവം. വടക്കനോളി ജുലാഷിന്റെ ഉടമസ്ഥതയിലുള്ള വലിയകത്ത് റംലത്തും മകനും വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലാണ് തീപിടുത്തമുണ്ടായത്. വടക്കനോളി ജുലാഷിന്റെ ഉടമസ്ഥതയിലുള്ള വലിയകത്ത് റംലത്തും മകനും വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലാണ് തീപിടുത്തമുണ്ടായത്. കരണ്ട് പോയതിനെ തുടർന്ന് മേശമേൽ മെഴുകുതിരി കത്തിച്ചു വെച്ചിരുന്നു. മകൻ പുറത്തു പോയതിനെ തുടർന്ന് റംലത്ത് ഉറങ്ങാനും കിടന്നു. ഇതിനിടെ മെഴുകുതിരി കത്തിത്തീർന്ന് മേശയ്ക്ക് തീ പിടിക്കുകയായിരുന്നു. തുടർന്ന് തൊട്ടടുത്ത് ഫ്രിഡ്ജും കത്തിനശിച്ചു. തീയും പുകയും ഉയർന്നതോടെ ഉറക്കമുണർന്ന റംലത്ത് പുറത്തേക്കോടി ഒച്ച വയ്ക്കുകയായിരുന്നു. ആളുകൾ ഓടിക്കൂടുമ്പോഴേക്കും വീടിന്റെ സീലിംഗും വാതിലും മറ്റുള്ളവയും കത്തിനശിച്ചു. കാര്യമായ നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. തീ അണയ്ക്കാൻ നാട്ടുകാരും ആക്ട്സ് പ്രവർത്തകരും കഠിന പരിശ്രമം നടത്തി. മതിലകം പോലീസും കൊടുങ്ങല്ലൂരിൽ നിന്ന് ഫയർഫോഴ്സും എത്തിയാണ് തീ അണച്ചത്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. മറ്റു വാർത്തകളിലേക്ക്. കൊടകര സെന്ററിൽ വിവിധ സ്ഥലങ്ങളിൽ കൂട്ടിയിട്ടിരിക്കുന്ന മാലിന്യങ്ങൾ ഉടൻ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊടകര മണ്ഡലം കമ്മിറ്റി പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി. കൊടകര മേൽപ്പാലം ജംഗ്ഷനിലും കൊടകര സെന്ററിലെ നടപാതയ്ക്ക് സമീപവും മരക്കമ്പനി പരിസരത്തും മറ്റുമാണ് ചാക്കിൽ കെട്ടിയിട്ട നിലയിൽ മാലിന്യങ്ങൾ കിടക്കുന്നത്. ഇവ കുന്നുകൂടി കിടക്കുന്നത് മൂലം കാൽനടയാത്രക്കാർക്ക് സഞ്ചാര തടസ്സമായിരിക്കുകയാണ്. കൂടാതെ കൊടകര ഷഷ്ടിയുടെ ഭാഗമായി എത്തിയ കച്ചവടക്കാരുടെ മാലിന്യങ്ങളും കൊടകരയുടെ വിവിധ ഇടങ്ങളിൽ കുന്നുകൂടി കിടക്കുന്നുണ്ടെന്ന് ഇവർ ആരോപിച്ചു. ഷഷ്ടി കഴിഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇത് നീക്കം ചെയ്യാത്ത അനാസ്ഥയ്ക്കെതിരെയും മാലിന്യം ഉടൻ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കൊടകരം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയത്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് VM ആന്റണി, നേതാക്കളായ സദാശിവൻ കുറുവത്, MK ഷൈൻ, വിനയൻ തോട്ടാപ്പിള്ളി, VR രഞ്ജിത്ത്, ബൈജു അറക്കൽ, ബാബു കൊട്ടേക്കാട്ടുകാരൻ എന്നിവർ നേതൃത്വം നൽകി. അന്നമനടയിൽ അടച്ചിട്ട വീട്ടിൽ മോഷണ ശ്രമം. വീടിന്റെ വാതിൽ കുത്തിത്തുറന്ന് അകത്ത് കടന്ന മോഷ്ടാക്കൾ സാധനങ്ങളെല്ലാം വലിച്ചുവാരിയിട്ട നിലയിലാണ്. ബാംഗ്ലൂരിൽ താമസക്കാരായ മാളിയേക്കൽ സൈമന്റെ വീട്ടിലാണ് മോഷണ ശ്രമം നടന്നത്. എന്നാൽ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. സമീപത്തെ സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ് ഇന്ന് രാവിലെ മോഷണ വിവരം അറിഞ്ഞത്. പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മാള ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂളിലെ കലാകായിക രംഗത്തു മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്ക് നൽകുന്ന 12 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് വിതരണത്തിന്റെ ഉദ്ഘാടനം നടന്നു. റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു വിദ്യാർത്ഥിക്ക് അവന്റെ കൗമാരകാലത്ത് ചിന്തിക്കാൻ കഴിയുന്നതിന്റെ ഏറ്റവും ഉച്ചസ്ഥായിലേക്ക് നിങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷേ ചെയർമാന്റെ അധ്യക്ഷ പ്രസംഗം കൂടി കേട്ടതോടെ കേവലമായിട്ടുള്ള വിദ്യാഭ്യാസത്തിന്റെ 4 ചുവരുകൾക്കുള്ളിൽ സിലബസ് മാത്രം പഠിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്നതിന് പകരം നാം എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ കേവലമായ പഠന സിലബസുകളോടൊപ്പം ജീവിതത്തിന്റെ പാഠപുസ്തകം വായിക്കാൻ മക്കൾക്ക് അവസരം കൊടുക്കുകയും അതിന് പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്കൂളാണ് ഈ മഹനീയമായ കലാലയം എന്ന് മനസ്സിലാക്കാൻ കൂടി കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളിലും. ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂൾ മാള അവർ വിദ്യാഭ്യാസ ജീവിതത്തിൽ നേടിയ വലിയ പാഠങ്ങളെ കുറിച്ച് മാത്രമല്ല, ക്ലാസ് മുറികളുടെ 4 ചുവരുകൾക്കപ്പുറത്ത് ഓടിയും കളിച്ചും നേടിയ സമ്മാനങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അവർക്ക് ട്രെയിനിങ്ങിന് ആവശ്യമായിട്ടുള്ള പ്രോത്സാഹനം നൽകാൻ, അതുപോലെ ഹൃദയം തകരുന്ന ദുരന്തഘട്ടങ്ങളിൽ അവരെ പ്രോത്സാഹിപ്പിച്ച് ദുരന്തബാധിതരെ മുഴുവൻ സഹായിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണെന്ന് ബോധ്യപ്പെടുത്താനും ഒരു സ്കൂളിന് കഴിയുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. കേരളം ആഗ്രഹിക്കുന്നത് അതാണ്. ഏറ്റവും അവസാനം നടന്ന ചൂരൽമല ദുരന്തം ഉൾപ്പെടെ ചൂരൽമലയിലെ ദുരന്തത്തിൽ ഏതാണ്ട് 1 മാസക്കാലത്തോളം ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിലെ ക്യാബിനറ്റ് സബ് കമ്മിറ്റിയിൽ ഒരു അംഗമായി ഇവിടെ നിൽക്കേണ്ടി വന്ന ഒരാളാണ്. ആ ദുരന്തത്തിനിടയിലും എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച, ആനന്ദിപ്പിച്ച, ഒരു പക്ഷേ ഒരു പരിധിവരെ നമുക്ക് വലിയ ആഹ്ലാദം നൽകിയ ഒരു സംഭവം ഏതാണ് എന്ന് ചോദിച്ചാൽ, നേരത്തെ ഇവിടെ ചെയർമാൻ പറഞ്ഞതുപോലെ അവിടെ വന്നവർ പ്രഖ്യാപിച്ച കിട്ടിയതും കിട്ടാത്തതുമായ തുകകളുടെ വലിപ്പമോ അവർ പ്രഖ്യാപിക്കാൻ പോകുന്ന
നീളമോ വീതിയോ അല്ല. ആ 1 മാസക്കാലം നീണ്ടുനിന്ന പൂർണ്ണമായും കൽപ്പറ്റ കേന്ദ്രീകരിച്ച് നടത്തിയ പ്രവർത്തനങ്ങൾക്കിടയിൽ ഒരു വൈകുന്നേരം ഞാൻ പഠിച്ച എൻ്റെ LP സ്കൂളിലെയും ഞാൻ പഠിച്ച എൻ്റെ ഹൈസ്കൂളിലെയും കുട്ടികൾ 280ഓളം വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് നൽകുന്നത്. ദേശീയതലത്തിൽ സ്ഥാനങ്ങൾ ലഭിച്ച 20ഓളം പേർക്കുള്ള സ്കോളർഷിപ്പ് മന്ത്രി കൈമാറി. സംസ്ഥാന ജില്ലാ സഹോദയ തലത്തിൽ സ്ഥാനങ്ങൾ ലഭിച്ച 250ഓളം പേർക്കുള്ള സ്കോളർഷിപ്പ് VR സുനിൽകുമാർ MLA വിതരണം ചെയ്തു. മാസം തോറും ഈ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് സംഖ്യ നൽകുന്നതാണ് പദ്ധതി. ചടങ്ങിൽ വയനാട് ചൂരൽമല ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകുന്നതിന് 17 ലക്ഷം രൂപ സമാഹരിച്ച വിദ്യാർത്ഥികളെ മന്ത്രി അഭിനന്ദിച്ചു. 2018 വെള്ളപ്പൊക്ക ദുരന്തത്തിൽ ക്യാമ്പിൽ കഴിഞ്ഞിരുന്ന 8000 പേർക്ക് 1 കോടി രൂപ ചിലവഴിച്ച് 3 നേരവും ഭക്ഷണം നൽകിയ വിദ്യാർത്ഥികളെയും മാനേജ്മെന്റിനെയും മന്ത്രി പ്രത്യേകം സ്മരിച്ചു. സ്കൂൾ ചെയർമാൻ ഡോക്ടർ രാജു ഡേവിസ് പെരേപ്പാടൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ജിജി ജോസ്, ഡയറക്ടർ അന്ന ഗ്രേസ് രാജു, സ്കൂൾ ലീഡേഴ്സ് ഡിയോൺ തോമസ്, ഷിബു, ഇഷ ഫാത്തിമ മിർസി, ക്ഷേമനിധി ബോർഡ് അധ്യക്ഷൻ VR വസന്തകുമാർ എന്നിവർ പ്രസംഗിച്ചു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ശലഭോത്സവം ഭിന്നശേഷി കലാമേള സംഘടിപ്പിച്ചു. പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന ശലഭോത്സവം ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK അബ്ദുൾ നാസർ, ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ ബാബു, പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ER ഷീല, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായിദ മുത്തുകോയ തങ്ങൾ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹേമലത രാജുകുട്ടൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ KA കരീം, RK ബേബി, പഞ്ചായത്ത് സെക്രട്ടറി K ശ്രീകുമാർ, ICDCS സൂപ്പർവൈസർ IP പ്രമീന, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ദേശീയ പാരാ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ CS ബൈജുവിനെ ചടങ്ങിൽ ആദരിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവം തുടരുകയാണ്. 4ാം ദിവസം കലാവിഭാഗത്തിൽ ഓഫ് സ്റ്റേജ് ആൻഡ് ഓൺ സ്റ്റേജ് മത്സരങ്ങൾ നടന്നു. സന്ധ്യ നൈസൻ, സിൽവി സേവ്യർ, ബിന്ദു ഷാജു, KT അനൂപ്, ഹെലൻ ചാക്കോ, ജുമൈല സഗീർ, ജോസ് മാഞ്ഞൂരാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവം ഡിസംബർ 16 സമാപിക്കും. സർഗാത്മക സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് അവശ്യ വിഭാഗങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ കവിതയും നാടകങ്ങളും ലേഖനങ്ങളുമെല്ലാം സമരായുധമാക്കിയ ശ്രേഷ്ഠ മനുഷ്യനായിരുന്നു കവിതിലകൻ പണ്ഡിറ്റ് കറുപ്പൻ എന്ന് ഗോവ ഗവർണർ PS ശ്രീധരൻ പിള്ള. പണ്ഡിറ്റ് കറുപ്പനെ കുറിച്ച് ആംഗലേയ ഭാഷയിൽ ഡോക്ടർ ഹരിശങ്കർ P എഴുതിയ കറുപ്പൻ വായനശാല പ്രസിദ്ധീകരിച്ച പണ്ഡിറ്റ് കറുപ്പൻ പോൾ ഫ്രം റിനൈസൻസ് എന്ന പുസ്തകം മന്ത്രി S ശർമ്മയ്ക്ക് നൽകി പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻ പിള്ള. മഹാകവി കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മികച്ച പൊതുപ്രവർത്തകനുള്ള പ്രഥമ പുരസ്കാരത്തിന് അർഹനായ N പ്രതാപന് പുരസ്കാരവും ഗവർണർ സമ്മാനിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് VS ദിനൽ അധ്യക്ഷത വഹിച്ചു.
നഗരസഭാ പ്രതിപക്ഷ നേതാവ് TS സജീവൻ, കൗൺസിലർമാരായ KA സുനിൽകുമാർ, VM ജോണി എന്നിവർ സംസാരിച്ചു. ഗവർണർക്ക് നാടിന്റെ സ്നേഹോപകാരം തങ്കരാജ് ആനപ്പുഴ കൈമാറി. തൃശൂർ കോർപ്പറേഷൻ പുതൂർക്കര ഡിവിഷൻ അതിർത്തിയിൽ അയ്യന്തോൾ പുഴയ്ക്കൽ റൂട്ടിൽ ടൊയോട്ടോ ജംഗ്ഷനിൽ വെളിച്ചക്കുറവ് മൂലം വാഹനാപകടങ്ങൾ പതിവായി മാറുന്നു. ഇതിൽ പ്രതിഷേധിച്ച് ആം ആദ്മി പാർട്ടി തൃശൂർ മണ്ഡലം കമ്മിറ്റിയും ചൂട്ടുകത്തിച്ച് പ്രതിഷേധിച്ചു. മണ്ഡലം പ്രസിഡന്റ് ആന്റണി തട്ടിൽ, സെക്രട്ടറി ആനന്ദ്, ടോജോ തിമോത്തി, ജോൺസൺ ഐനിക്കൽ, റോയ് പുറനാട്ടുകര, സേവ്യർ, ജെമിൻ ഷാജു എന്നിവർ സംസാരിച്ചു. പുത്തഞ്ചിറ കരിങ്ങാച്ചിറ ദുർഗാദേവി ക്ഷേത്രത്തിൽ അയ്യപ്പൻ വിളക്കാഘോഷം ഭക്തിസാന്ദ്രമായി. ആഘോഷത്തിന്റെ ഭാഗമായി പിണ്ടാണി ചെട്ടിയാമ്പറമ്പിൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും കുന്നത്തുകാട് ശിവക്ഷേത്രത്തിൽ നിന്നും താലം വരവ് നടന്നു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിൽ വ്യത്യസ്തമായ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു. കോളേജ് സ്റ്റുഡന്റ് കൗൺസിലിന്റെയും IQSന്റെയും NSS യൂണിറ്റിന്റെയും ഹ്യൂമൻ എക്സലൻസ് ഡിപ്പാർട്ട്മെന്റിന്റെയും നേതൃത്വത്തിൽ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളോടൊപ്പമാണ് ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചത്. മഡോണ പോട്ട, ശാന്തിഭവൻ ചാലക്കുടി, ആശാഭവൻ പടവരാട് എന്നീ 3 സ്പെഷ്യൽ സ്കൂളുകളിൽ നിന്നായി 120 വിദ്യാർത്ഥികളും 20ഓളം അധ്യാപകരും സഹൃദയിലെത്തി. തുടർന്ന് കോളേജിലെ വിദ്യാർത്ഥികളുടെ കലാപ്രകടനങ്ങളും മാജിക് ഷോയും ക്രിസ്തുമസ് സമ്മാനങ്ങളുടെ വിതരണവും നടന്നു. പഠനത്തോടൊപ്പം വിദ്യാർത്ഥികൾക്ക് സമൂഹവുമായി ഇടപഴകാനുള്ള സഹൃദയയുടെ ശ്രമമാണ് സമാവേശ്. സഹൃദയ കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ഫാദർ ഡേവിസ് ചെങ്ങനിയാടൻ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഡോക്ടർ ജോയ് KL, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ K കരുണ, സ്റ്റുഡന്റ് കൗൺസിൽ ചെയർപേഴ്സൺ മെറിൻ ബേബി, ഫിനാൻസ് ഓഫീസർ റവറൻഡ് ഫാദർ ആൻഡോ ബട്ടോലി, റവറൻഡ് സിസ്റ്റർ ട്രീജ, FCC റവറൻഡ് സിസ്റ്റർ ക്രിസ്റ്റ്, FCC റവറൻഡ് സിസ്റ്റർ ഫ്ലവർ CMC, മിസ് റോസ്ലിൻ മാഞ്ഞൂരാൻ എന്നിവർ നേതൃത്വം നൽകി. കുഴൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഉത്സവം സമാപിച്ചു. സമാപന ദിവസം രാവിലെ ആറാട്ട്, വൈകിട്ട് കാർത്തിക ദീപക്കാഴ്ച, ദീപാരാധന, നിറമാല, ചുറ്റുവിളക്ക്, വിവിധ ക്ഷേത്രകലകൾ, കാർത്തിക വിളക്ക് എന്നിവ നടന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. വൈദ്യുതി ചാർജ് വർധനവിൽ പ്രതിഷേധിച്ച് കൊടുങ്ങല്ലൂർ യൂത്ത് കോൺഗ്രസ് ചൂട്ടുകത്തിക്കൽ സമരം നടത്തി. യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാപ്പാറ KSEB ഓഫീസിന് മുന്നിൽ നടന്ന സമരം DCC എക്സിക്യൂട്ടീവ് അംഗം PU സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ജസീൽ അലങ്കാരത്ത് അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് നിഷാഫ് കുര്യാപ്പിള്ളി മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗോപാലകൃഷ്ണൻ, നാസർ പുല്ലൂറ്റ്, രതീഷ് മേനോൻ, അനീഷ് പുല്ലൂറ്റ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് മുരളി കുന്നത്ത്, ചിത്രബാനു, EV സന്തോഷ്, BK നാസർ, ശ്രീദേവി വിജയകുമാർ, സുനില മോഹൻ എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. പുതുക്കാട് ലോട്ടറി വിൽപ്പന നടത്തുന്ന അംഗപരിമിതയായ യുവതിക്ക് നേരെ ആക്രമണം. ചുറ്റിക കൊണ്ട് തലക്കടിയേറ്റ യുവതി പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ചാലക്കുടി മേലൂർ നമ്പ്യാർ വീട്ടിൽ 32 വയസ്സുള്ള അമ്പിളിക്കാണ് പരിക്കേറ്റത്. കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ 31A ബാച്ചിലെ 141 സബ് ഇൻസ്പെക്ടർ പരിശീലനാർത്ഥികളുടെ പാസിംഗ് ഔട്ട് പരേഡിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിവാദ്യം സ്വീകരിച്ചു. മൃദുഭാവി ദൃഢകൃതി എന്ന പോലീസിന്റെ ആപ്തവാക്യം എപ്പോഴും ഓർമ്മിക്കണമെന്ന് മുഖ്യമന്ത്രി. മതിലകത്ത് ദേശീയപാതയിൽ ക്രെയിനിടിച്ച് കാൽനടയാത്രക്കാരിയായ യുവതിക്ക് ഗുരുതര പരിക്ക്. വാടാനപ്പള്ളി ഇടശ്ശേരി സ്വദേശി മതിലകത്ത് വീട്ടിൽ സൂഫിയയ്ക്കാണ് പരിക്കേറ്റത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.